ഇപ്പോൾ ഏതായാലും അവിടെ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മാധ്യമങ്ങളെ അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടേക്ക് സന്ദർശനം നടത്തുന്നുണ്ട്. അതിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് മാറ്റുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററെങ്കിലും അപ്പുറത്തേക്ക് മാധ്യമങ്ങളെ മാറ്റിയിരിക്കുകയാണ്. ഏതായാലും അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GPR ചെയ്ത ആ പ്രദേശത്താണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത്. MLA ഉൾപ്പെടെ ഈ വിഷയത്തിൽ പറഞ്ഞിരുന്നു. അവിടെ മണ്ണ് മാറ്റി നോക്കിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. രഞ്ജിത്തിന്റെ ഉൾപ്പെടെ ഒരു കാര്യത്തിലാണ്, അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ഏകോപനത്തിലാണ് ഈ നടപടികളൊക്കെ പുരോഗമിക്കുന്നത്. നിലവിലേതായാലും സൈന്യം ഇതുവരെ എത്തിയിട്ടില്ല. സൈന്യം വൈകാതെ എത്തുമെന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും വൈകാതെ തന്നെ സൈന്യം ഇവിടേക്ക് എത്തി നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ GPR ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഈ മണ്ണ് മാറ്റി പരിശോധിക്കുന്ന നടപടികളൊക്കെ നടക്കുന്നത്. ഇനി ആ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ അതിന് തൊട്ട് അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് ഭാഗത്തുള്ള മൺകൂനയിലേക്ക് തിരച്ചിൽ മാറ്റുമെന്നാണ് അറിയിച്ചത്. ഏതായാലും വൈകാതെ ആ തിരച്ചിലിനെ കുറിച്ച്, അതായത് GPR ചെയ്ത ഈ ഭാഗത്തെ തിരച്ചിലിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു വിവരം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. മഴയാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ മഴയാണ് ഇപ്പോൾ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. മഴയൊന്ന് മാറി നിന്നാൽ അത് കൂടുതൽ ഗുണകരം ആകുകയൊക്കെ ചെയ്യും. പക്ഷേ ഇടയ്ക്കിടെ ശക്തമായിട്ടുള്ള മഴയാണ് പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ദുഷ്കരമാക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം. ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാണ് ഓരോ തുള്ളിക്ക് ഒരു കുടം എന്നുള്ള നിലയ്ക്കാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള മഴ തുടരുന്നു എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം എടുത്താൽ ഉറച്ചു നമുക്ക് പോസിറ്റീവായിട്ട് അതിനെ കാണണം. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സൈന്യം രക്ഷാപ്രവർത്തനത്തിന് വരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ സംവിധാനങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസം 3-4 മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് പരിശോധിച്ചിരുന്നത് ഇന്ന് 8-ലധികം മണ്ണുമാന്തി യന്ത്രങ്ങളാണ് അവിടേക്ക് എത്തിയത്. ആ മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണ് മാറ്റുന്നു. പുറത്തേക്ക് മണ്ണ് കൊണ്ടുപോകാൻ ടിപ്പറുകൾ ഉൾപ്പെടെ കൂടുതൽ സജ്ജീകരിക്കുന്നു. ഏതായാലും കൂടുതൽ സംവിധാനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഇതൊരു ഏകോപനത്തിന് ആളുണ്ടായിരുന്നില്ല, ഒരു നാഥനില്ല കളരി പോലെയായിരുന്നു ഈ തിരച്ചിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. MLA ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ഈ നടപടികൾ നടത്തുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എലമെന്റ്സ് ഇന്നത്തെ തിരച്ചിൽ ദിവസത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും വൈകാതെ ഇതിന് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്.